ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക, വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വിനായകൻ നായകതുല്യ വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിൽ മമ്മൂക്ക ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കൊടും ക്രൂരനായ ഒരു വില്ലന്റെ വേഷത്തിലാണ് എത്തുന്നത്. വിധേയൻ, പാലേരി മാണിക്യം, മുന്നറിയിപ്പ്, ഭ്രമയുഗം എന്നീ ചിത്രങ്ങളിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങളിലെത്തി മമ്മൂക്ക എല്ലാവരെയും ഞെട്ടിച്ചതാണ്. ലോകം മുഴുവനുള്ള സിനിമാ നിരൂപകർ മമ്മൂക്കയുടെ ഈ വേഷങ്ങൾ കണ്ട് പ്രശംസിച്ചവരുമാണ്. ഇപ്പോൾ ഇതാ ജിതിൻ കെ ജോസ് ചിത്രത്തിൽ മമ്മൂക്ക ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ വില്ലൻ വേഷത്തിൽ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്താണ് ഈ മമ്മൂട്ടി ജിതിൻ കെ ജോസ് ചിത്രം എത്തുന്നത്. 90ന്റെ അവസാനങ്ങളിലും 2000ത്തിന്റെ തുടക്കത്തിലും ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച കൊലപാതക പരമ്പരയെ ബേസ് ചെയ്താണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. കല്യാണം കഴിക്കാതെ നിൽക്കുന്ന സ്ത്രീകളെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ സ്ത്രീകളെയും പ്രേമിച്ച് അവരെ ലൈംഗികമായി ഉപയോഗിച്ചതിനു ശേഷം അവരുമായി ചെറിയ യാത്രകൾ നടത്തുകയും യാത്രാ മധ്യത്തിൽ ഗർഭം ധരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലെത്തി സൈനൈഡ് കലർത്തിയ ഗർഭനിരോധന ഗുളികൾ കൊടുത്ത് ബസ് സ്റ്റാൻഡിന്റെ ബാത്റൂമിൽ പോയി കഴിക്കാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ സൈനൈഡ് കലർത്തിയ ഗർഭനിരോധന ഗുളികൾ കഴിച്ച് ആ സ്ത്രീകൾ മരിക്കുന്നു. അങ്ങനെ കൊലപാതകങ്ങൾ നടത്തുന്ന സൈക്കോ കില്ലറായ സൈനൈഡ് മോഹന്റെ കഥാപാത്രമായാണ് മമ്മൂക്ക ഈ ചിത്രത്തിൽ എത്തുന്നത്. അങ്ങനെ 20ന് മുകളിൽ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിച്ചതിനു ശേഷം സൈനൈഡ് കലർത്തിയ ഗുളികകൾ കൊടുത്ത് കൊല്ലുന്ന അതിക്രൂരനായ കഥാപാത്രമായി എത്തുന്ന മമ്മൂക്കയെ കാണാൻ എല്ലാ സിനിമ പ്രേക്ഷകരും ആകാംക്ഷയിലാണ്. ഈ ചിത്രം സൈനൈഡ് മോഹന്റെ കഥ ബേസ് ചെയ്താണ് എത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിനു ശേഷം യൂട്യൂബിൽ സിനിമാ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത് കണ്ട വീഡിയോ സൈനൈഡ് മോഹനെ കുറിച്ചായിരുന്നു. ഈ ഒരു കഥ എങ്ങനെ ചിത്രീകരിച്ച് സിനിമയാക്കിയെന്നും മമ്മൂക്ക ഈ ഒരു വേഷം എങ്ങനെ ചെയ്തു എന്നും അറിയാനുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ. ഇന്ത്യയിൽ ഇതുവരെ നടന്ന കൊലപാതകങ്ങളിൽ ഏറ്റവും ഭയാനകമായ ഒരു കൊലപാതക പരമ്പര നടത്തിയ സൈക്കോ കില്ലറുടെ കഥ പറയുന്ന ചിത്രത്തിൽ വിനായകൻ പോലീസ് ഓഫീസറുടെ റോളിലാണ് എത്തുന്നത്. ജിതിൻ കെ ജോസ് ആദ്യം തിരക്കഥ എഴുതിയ ദുൽഖർ സൽമാന്റെ ബ്ലോക്ക് ബസ്റ്റർ സിനിമ കുറുപ്പും ഇതുപോലൊരു റിയൽ സ്റ്റോറി ബേസ് ചെയ്ത് എത്തിയ സിനിമയായിരുന്നു. 2025 ജനുവരി മാസം ചിത്രത്തിന് ഫസ്റ്റ് ലുക്കും ടൈറ്റിൽ ലുക്കും ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത്. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്കും ടൈറ്റിൽ ലുക്കും കാണാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. GVM സംവിധാനം ചെയ്ത മമ്മൂക്ക സിനിമ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ സിനിമയാണ് ഈ മമ്മൂട്ടി ജിതിൻ കെ ജോസ് ചിത്രം. ഇതുവരെ പേരിടാത്ത ഈ ചിത്രത്തിന്റെ പേര് ഒരു ഇംഗ്ലീഷ് പേരായിരിക്കും എന്നാണ് അറിയുവാൻ സാധിച്ചത്. ചിത്രത്തിന്റെ ടൈറ്റിൽ സൈനൈഡ് എന്നായിരുന്നെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. മമ്മൂട്ടി ജിതിൻ കെ ജോസ് സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേര് എന്തായിരിക്കും എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം. മറ്റ് സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.